അഞ്ചാം സ്ഥലം. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. കാൽവരിയിലേക്കുള്ള യാത്രയിൽ യേശുവിൻ്റെ കുരിശു ചുമക്കുവാൻ നാട്ടിൻ പുറത്തുനിന്ന് ആ വഴി വന്ന ശിമയോൻ എന്നു പേരുള്ള കിറയനേക്കാരൻ നിർബന്ധിതനാകുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായൊരു മനുഷ്യൻ, വയലിൽ ജോലി ചെയ്തിരുന്ന ലളിതമായ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി, കുറ്റം എന്താണെന്ന് അറിയാതെ കുറ്റവാളിയെന്ന് മുദ്ര ചെയ്ത യേശുവിൻ്റെ കുരിശിനെ താങ്ങാൻ നിർബന്ധിതനായ ഒരു മനുഷ്യൻ. തീർത്തും ഒരു വഴിയാത്രക്കാരനായ ശിമയോൻ യേശുവിൻ്റെ സമൂഹത്തിൽപ്പെട്ടവനോ യേശുവിൻ്റെ സുഹൃത്തോ ശിഷ്യനോ ബന്ധുക്കളിൽ ഒരാളോ ആരും ആയിരുന്നില്ല. ഇവിടെ ശിമയോൻ തനിക്ക് അറിയാത്ത, തൻ്റെ ആരുമല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും ആളുകളുടെ നടുവിൽ ഒരു ഭീകരമായ അന്തരീക്ഷത്തിൽ ഭാരമേറിയ കുരിശു ചുമക്കുന്നു. കാൽവരി മലയിൽ യേശുവിനോടൊപ്പം എത്തിപ്പെടുന്നു. കാൽവരി മലയിലെ യേശുവിൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങൾക്ക് സാക്ഷ്യമായി രക്ഷാകര ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന വ്യക്തി, കൈവെള്ളയിൽ എന്ന പോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ നാമം ശിമയോൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ജീവിത സുഖ സൗകര്യങ്ങളുടെ നടുവിൽ അല്ലെങ്കിൽ ജീവിത വ്യഗ്രതകളുമായി നമ്മൾ നെട്ടോട്ടം ഓടുന്ന സമയങ്ങളിൽ ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി ചെയ്യുവാൻ നമ്മൾ നിർബന്ധിതരാകും. ചിലപ്പോൾ ഒരു സൽപ്രവൃത്തി, ഒരു ക്ഷമാപണം, ഒരു പുഞ്ചിരി, ഒരു പ്രാർത്ഥന സഹായം ആയിരിക്കാം. ചോദിക്കുന്ന വ്യക്തി നിന്റെ കുടുംബത്തിലോ നിന്റെ ബന്ധുക്കളിൽ ഒരാളോ അയൽവാസിയോ നീ അറിയാത്ത, ഒരിക്കലും കാണാത്ത അകലങ്ങളിൽ ആയിരിക്കുന്ന വ്യക്തിയോ ആയിരിക്കാം. അവിടെയൊക്കെ മാന്യതയോടുകൂടി നമ്മൾ പെരുമാറുമ്പോൾ ദൈവം തൻ്റെ കൈവെള്ളയിൽ ശിമയോനെ പോലെ നമ്മുടെ പേരും രേഖപ്പെടുത്തും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.